എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മുടെ ജൈവ കർഷകർക്ക് ശീമക്കൊന്ന വളരെയേറെ സുപരിചിതമാണ്. നല്ലൊരു പച്ചില വളമായും അതുപോലെ തന്നെ കീടനാശിനിയായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ശീമക്കൊന്നയുടെ പ്രയോജനങ്ങൾ, അതിൻ്റെ ഒരു ചരിത്രവും. 55 വർഷം മുമ്പ് നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ട സമയത്ത് EMS മന്ത്രിസഭയുടെ കാലത്ത് ഈ രാസവളത്തിന് ഭയങ്കര ക്ഷാമമായിരുന്നു, തീ പിടിച്ച വരെയും. അപ്പോൾ ആ സമയത്ത് ശീമക്കൊന്ന വാരം ആചരിച്ചു. ശീമക്കൊന്നയെ ജനപ്രിയമാക്കാൻ വേണ്ടി ശീമക്കൊന്ന വാരം ആചരിച്ചു. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഗുണത്തിനെ പറ്റി, അതിൻ്റെ മഹിമയെപ്പറ്റി നമുക്കത് മനസ്സിലാവും. എല്ലാം തികഞ്ഞ ഒരു ജൈവവളമാണ് ശീമക്കൊന്ന. തെങ്ങിൻ തോപ്പുകളിലും അതുപോലെ പച്ചക്കറി കൃഷിയിടത്തിലും ഒക്കെ നമുക്ക് ശീമക്കൊന്ന നട്ട് വളർത്താം. അതിൻ്റെ കിളുനിലകളൊക്കെ നമുക്ക് അന്നേരം ഒടിച്ചെടുത്ത് നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിലും അതുപോലെ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് കിളുത്ത് വരും. നല്ല സ്ലറികൾ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. ഈ ശീമക്കൊന്ന വന്നത് മധ്യ അമേരിക്കയിൽ നിന്നാണ്. അതിൻ്റെ പേര് പോലെ തന്നെ ശീമയിൽ നിന്നാണ് അത് വന്നത്. പക്ഷേ ഈ ചെടി ഇന്ന് ലോകത്ത് എവിടെയും കാണാം. ഇതൊരു പയറുവർഗ്ഗ ചെടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പയറുവർഗ്ഗ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ മണ്ണിനെ ഫലപുഷ്ടമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ ചെടിയിലുണ്ട്. സാധാരണ ചെടികൾ മണ്ണിൽ നിന്നും വളക്കൂറിനെ വലിച്ചെടുക്കുമ്പം നമ്മുടെ ശീമക്കൊന്ന നമ്മുടെ മണ്ണിലെ വളക്കൂറിനെ ത്വരിതപ്പെടുത്തുന്നു, അതായത് കൂട്ടുന്നു. ശീമക്കൊന്ന ഇലകളിൽ നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, മാംഗനീസ് ഇവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ മണ്ണിനോട് അഴുകിച്ചേരുമ്പം മണ്ണ് നല്ല സമ്പുഷ്ടമാകുന്നു. നല്ലൊരു ശീമക്കൊന്നയുടെ കമ്പ് കണ്ടോ. അപ്പോൾ ഈ ഇലകൾ നമുക്ക് പറിച്ചെടുത്തിട്ട് നമ്മുടെ പച്ചക്കറിയുടെ ചോട്ടിലിടാം, അല്ലെങ്കിൽ ഇത് വെറുതെ വെള്ളത്തിലിട്ട് ചീയിച്ചിട്ട് നമ്മുടെ പച്ചക്കറികളുടെ ചോട്ടിലൊഴിച്ച് കൊടുക്കാം. അതെനിക്ക് നല്ലൊരു മൂത്ത കമ്പ് കിട്ടി. അപ്പോൾ ഈ കമ്പ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ കമ്പ് എനിക്ക് 2-3 ആക്കിയിട്ട് എൻ്റെ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ച് വെച്ചാൽ നമുക്ക് യഥേഷ്ടം പച്ചില വളം എടുക്കാം. ആഴത്തിലൊരു കുഴി എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കുത്തിവെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇടയ്ക്ക് മഴയുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് മുളച്ചോളും. നമ്മൾ ജൈവ പച്ചക്കറി കൃഷിക്കാർ ഇതെന്തായാലും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തണം. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലുണ്ട്, ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത്. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നട്ടു വളർത്താം. അപ്പം നമ്മൾ ജൈവ പച്ചക്കറി കൃഷിക്കാർ നമ്മുടെ അടുക്കള തോട്ടത്തിൽ എന്തായാലും നട്ടു വളർത്തേണ്ട ഒരു ചെടിയായി ശീമക്കൊന്ന. അപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നട്ടു വളർത്തിയാൽ മതി. ഇതിന് വെയിൽ വേണമെന്നോ തണൽ വേണമെന്നോ ഒന്നുമില്ല. എങ്ങനെയായാലും അത് നല്ലതായിട്ട് വളർന്നോളും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം. 7907787439. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.